സാൾട്ടൻ ക്യാമ്പ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2024 എഞ്ചിനീയറിംഗ് ബി.ഫാം ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് അതിൻ്റെ ടോക്കൺ ഫീസ് അടച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ടോക്കൺ ഫീസ് അടച്ചു കഴിഞ്ഞ് ഇനി രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് എത്തണമെങ്കിൽ ടോക്കൺ ഫീസിന് ശേഷം കൺഫർമേഷൻ കൊടുക്കാണ്ട് കൺഫർമേഷൻ സമയമായി കഴിഞ്ഞാൽ ഞാൻ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്തു തരാം. കൺഫർമേഷൻ വന്നോ എന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഇതിൻ്റെ അടിയിലൊക്കെ കണ്ടു. ഞാൻ ഉത്തരം നൽകാത്ത മറ്റൊന്നുമല്ല, വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ സമയമായി കഴിഞ്ഞാൽ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്ത് തരാമെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണ ഈ വീഡിയോയിലൂടെ നീക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ ആ തെറ്റിദ്ധാരണ. നമ്മുടെ കിട്ടിയിരിക്കുന്ന ആ ഒരു ഓപ്ഷൻ, കിട്ടിയിരിക്കുന്ന ഓപ്ഷൻ്റെ നേരെ മേലുള്ള ഓപ്ഷൻ അടുത്ത അലോട്ട്മെൻറ്റ് കിട്ടും എന്ന് പലരും ധരിച്ചു വെച്ചിട്ടുണ്ട്. കിട്ടിയിരിക്കുന്ന ഓപ്ഷൻ്റെ തൊട്ട് മേലുള്ള ഓപ്ഷനെങ്കിലും അടുത്തതിൽ കിട്ടും എന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ കിട്ടും എന്ന് ഉറപ്പ് പറയാൻ സാധ്യമല്ല. അതായത് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതിൻ്റെ തൊട്ട് മേലെയുള്ള ഓപ്ഷൻ കിട്ടും എന്ന് ഉറപ്പ് പറയാൻ യാതൊരു നിർവാഹവുമില്ല. അടുത്ത അലോട്ട്മെൻറ്റിൽ, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഏത് കോളേജിലാണോ കിട്ടിയിരിക്കുന്നത് അതേ കോളേജ് അതേ സീറ്റ് ടൈപ്പിൽ തന്നെ ആവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, സീറ്റ് ടൈപ്പ് മാത്രം മാറിയിട്ട്, അതായത് ഇപ്പോൾ കാറ്റഗറിയിലാണെങ്കിൽ ഈഴവ അല്ലെങ്കിൽ MU അല്ലെങ്കിൽ LA അല്ലെങ്കിൽ VK ഇതിലേതെങ്കിലും കാറ്റഗറിയിലാണെങ്കിൽ അത് SM-ലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ സ്പെഷ്യൽ കാറ്റഗറിയിൽ ഏതെങ്കിലും ആണെങ്കിൽ അത് റിസർവേഷൻ കാറ്റഗറിക്കായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതേ കോളേജ് അതേ സീറ്റ് അതേ ബ്രാഞ്ച് സീറ്റ് ടൈപ്പ് മാത്രം മാറാം. ഇനി ചിലപ്പോൾ അതേ കോളേജിൽ തന്നെ ബ്രാഞ്ച് മാത്രം മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊക്കെ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഒരിക്കലും എനിക്ക് കിട്ടിയിരിക്കുന്ന കോളേജിൻ്റെ തൊട്ട് മേലെയുള്ള ഓപ്ഷൻസോ അതിൻ്റെ മേലേക്ക് ഏതെങ്കിലും ഓപ്ഷൻസോ ഇനി കിട്ടും, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടും എന്നുള്ള ആ ധാരണ മാറ്റണം. കാരണം അത് വരുമ്പോഴായിരിക്കും, അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ടാണ് ഇനി പലരും ഈ ചോദ്യമായിട്ട് വരിക. എന്താണ് എനിക്കത് കിട്ടാഞ്ഞ്, ഞാൻ ഹയർ ഓപ്ഷൻ കൊടുത്തിരുന്നു, എൻ്റെ ഹയർ ഓപ്ഷൻ പരിഗണിച്ചില്ലേ, എനിക്ക് കഴിഞ്ഞ ഇതിൽ കിട്ടിയ അതേ തന്നെയാണ് കിട്ടിയത്, ഇനി എന്താ ചെയ്യുക? ഈ ചോദ്യം ഞാൻ 4 വർഷമായിട്ട് ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം കേൾക്കാൻ തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രത്യേകം പറയുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കും. ഒരിക്കലും നമുക്ക് ഹയർ ഓപ്ഷൻസ് കിട്ടും എന്ന് യാതൊരു ഉറപ്പും പറയാൻ സാധ്യമല്ല. നമ്മുടെ റാങ്ക് അനുസരിച്ച്, നമ്മൾ കൊടുത്ത ഓപ്ഷൻ അനുസരിച്ച്, നമ്മുടെ റാങ്ക് അനുസരിച്ച് കിട്ടാനുള്ള ചാൻസ് ഉള്ള കോളേജ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരു പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജാണെന്ന് കരുതുക. ഇനി അതിൻ്റെ മേലേക്കുള്ള ഓപ്ഷൻസ് 10 ഓപ്ഷൻസ് ഉണ്ട്. CS-ൻ്റെ 9 ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം ഗവൺമെൻറ് കോളേജുകളാണ്. എൻ്റെ റാങ്ക് 25,000 ആണെന്ന് കരുതുക. എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജിലാണ്. ഇനി എനിക്ക് കിട്ടാനുള്ള 9 ഓപ്ഷൻസ് എന്ന് പറയുന്നത്, 10ാമത്തെ ഓപ്ഷൻ കിട്ടി, ഇനിയുള്ള 9 ഓപ്ഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് കോളേജുകൾ മാത്രമാണെങ്കിൽ 25,000 റാങ്കിന് അവിടെ കിട്ടാൻ, CS-ന് കിട്ടാൻ യാതൊരു സാധ്യതയില്ല. ഒരു ജനറൽ കാറ്റഗറി ഒരിക്കലും സാധ്യതയില്ല. റിസർവേഷൻ കാറ്റഗറി ആണെങ്കിലും സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന കോളേജിൻ്റെ മേലുള്ളത് തൊട്ട് മേലുള്ളത് കിട്ടും എന്നുള്ള ആ ധാരണ വച്ച് പുലർത്തുന്നത് വളരെ അബദ്ധമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഒന്ന് സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് തൊട്ട് മേലേക്ക് പോകാൻ പറ്റുമെങ്കിൽ ആ ഓപ്ഷനിലേക്ക് കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതുകൊണ്ടാണ് പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് ആദ്യം പ്രസിദ്ധീകരിക്കുന്നത്. അതായത് നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് ആ തൊട്ട മേലെയുള്ള കോളേജ് കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ആ ലാസ്റ്റ് റാങ്ക് വരുമ്പോൾ, അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് വരുമ്പോൾ അറിയാൻ സാധിക്കും. അതനുസരിച്ച് നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മുടെ ഓപ്ഷൻസ് പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പരിഗണിക്കാതിരിക്കാനുള്ള കാരണം 2 ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ നമ്മൾ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ പ്രോസസ്സ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അത് അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല. അതായത് ടോക്കൺ ഫീസ് അടച്ചിട്ടുണ്ടാവില്ല, കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവില്ല. ഇത് രണ്ടും കൊടുക്കാണ്ട്, കൺഫർമേഷൻ കൊടുക്കാതെ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പോകില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൺഫർമേഷൻ്റെ സമയമാകുമ്പോൾ മാത്രം കൺഫർമേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയും കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അത് ഇങ്ങനെ ഓരോ ചോദ്യം വരുന്നതിനനുസരിച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ, തെറ്റിദ്ധാരണയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രത്യേകം പറഞ്ഞു തരുന്നത്. ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് അത് കിട്ടിയിട്ടില്ല എങ്കിൽ, കഴിഞ്ഞ ഇതിൽ ട്രയൽ അലോട്ട്മെന്റ് അല്ല ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നപ്പോൾ ഒരു കാൻഡിഡേറ്റ് എന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് കിട്ടിയിട്ടില്ല, അത് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുമോ എന്ന് വെച്ച്. അപ്പം ഞാൻ ചോദിച്ചു അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത് എന്നുള്ളത് ലാസ്റ്റ് റാങ്ക് ഒന്ന് നോക്കാൻ പറഞ്ഞു. ലാസ്റ്റ് റാങ്ക് നോക്കി അവർക്ക് കറക്റ്റാണ്, എനിക്ക് കിട്ടിയത് ഇത്രയാണ്, എന്താ പറയുക ഇന്ന റാങ്കിനാണ് കിട്ടിയത്, പക്ഷെ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഏത് ലാസ്റ്റ് റാങ്കാണ് നോക്കിയതെന്ന് വെച്ചു. കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് നോക്കിയിട്ടാണ് പറയുന്നത്. ഈ വർഷം, അതായത് നിങ്ങൾ ഇത് വരുമ്പോൾ അലോട്ട്മെന്റ് വരുമ്പോൾ നോക്കേണ്ടത് ഈ ഇയറിലെ ലാസ്റ്റ് റാങ്കാണ്. കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് അനുസരിച്ച് എനിക്ക് കിട്ടാൻ, എൻ്റെ റാങ്ക് അനുസരിച്ച് ചിലപ്പോൾ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നേക്കാം, പക്ഷേ അത് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കാണ്. ഈ വർഷത്തെ ലാസ്റ്റ് റാങ്ക് നോക്കിയിട്ടാണ് നമുക്ക് കിട്ടിയോ ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമ്മൾ പറയുമ്പോൾ ഇതിങ്ങനെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ തോന്നാം. അത് ഓർമ്മിപ്പിക്കുകയല്ല എങ്കിൽ അത് ഇങ്ങനെ പറയല്ലാതെ യാതൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. കാരണം അത്രയും ചോദ്യങ്ങളും അതേപോലെ മെസ്സേജുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇതെന്താണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഒരു ധാരണ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇത് സംഭവിക്കുക എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ പിന്നീട് വരില്ല എന്ന പ്രതീക്ഷയിൽ മാത്രമാണ് ഇത് പറയുന്നത്. വീഡിയോ വാച്ചിന് നന്ദി, നമസ്കാരം.